الله والصلاة والسلام على من لا نبي بعده. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏതൊരടിമയും എപ്പോഴും ആവശ്യക്കാരനാണ്. അത് തെളിയിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നത്. ആ ദുആ ചെയ്യുന്നതിൽ ഒരടിമയ്ക്ക് ഏത് ഭാഷയിലും ദുആ ചെയ്യാം, ഏത് വാക്കുകൾ കൊണ്ടും ദുആ ചെയ്യാം. അതിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദുആകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകളിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു, യാ ആയിഷ അലൈക ബിൽ കവാമിൽ, എനിക്കിതാ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന പരിപൂർണമായിട്ടുള്ളതാ ഒരു ദുആ ആണിത് എന്ന് പറഞ്ഞു. ഈ ദുആനെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വന്തത്തിന് വേണ്ടി തേടിയ, അവിടുത്തെ സ്വന്തത്തിന് രക്ഷ തേടിയ എല്ലാ ദുആകളും ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉലമാക്കൾ ഈ ദുആനെ പറയാറുള്ളത്. സുനൻ ഇബ്നു മാജയിൽ അതുപോലെ ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും ലഫ്ളുകളിൽ ചില വ്യത്യാസത്തോടു കൂടി തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. അല്ലാഹു, ഞാൻ നിന്നോട് എല്ലാ ഖൈറിനെയും ചോദിക്കുകയാണ്, എടുത്തുള്ളതും വൈകിയുള്ളതും, അല്ലെങ്കിൽ ദുനിയാവിലെയും പരലോകത്തിലെയും എല്ലാ ഖൈറുകളും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. എൻ്റെ അറിവിൽപ്പെട്ടതും എനിക്കറിയാത്തതും, എനിക്ക് എന്താണ് ഖൈറ് എന്നൊക്കെ അള്ളാഹുവിനാണ് അറിയുക. എനിക്ക് ഖൈറായി അറിയുന്ന കാര്യങ്ങളും അതിനപ്പുറത്തേക്ക് എനിക്ക് അറിവില്ലാത്ത കാര്യങ്ങളും. എന്നിട്ട് വഅഊദു ബിക മിൻ ശർരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. അതുപോലെ എല്ലാ ഷർറിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു, ദുനിയാവിലെയും പരലോകത്തിലെയും എനിക്കറിവില്ലാത്തതും എനിക്കറിയുന്നതും എനിക്കറിവില്ലാത്തതുമായിട്ടുള്ളത്. അല്ലാഹു എന്നിട്ട് ചോദിച്ചു, വഅസ്അലുക മിൻ ഖൈരി മാ സഅലക അബ്ദുക വനബിയുക, നിന്റെ അടിമയും നബിയുമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുള്ള എല്ലാ ഖൈറും ഞാൻ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ശർരി മാ ആദ ബിക അബ്ദുക വനബിയുക, നിന്റെ അടിമയും നബിയുമായിട്ടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയിട്ടുള്ള എല്ലാ തേട്ടത്തിൽ നിന്നും, രക്ഷ തേടലിൽ നിന്നും ഷർറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഅസ്അലുകൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമലിൻ, ഞാൻ നിന്നോട് സ്വർഗ്ഗത്തെ ചോദിക്കുന്നു, ആ സ്വർഗ്ഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന എല്ലാ വാക്കും പ്രവൃത്തിയും ചോദിക്കുന്നു. വഅഊദു ബിക മിനൻ നാർ വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഅമലിൻ, നരകത്തിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു, അതിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു. വഅസ്അലുക അൻ തജ്അല കുല്ല ഖളാഇൻ ഖളൈതഹു ലീ ഖൈറാ, ഞാൻ ചോദിക്കുന്നു നിന്നോട്, എനിക്ക് നീ വിധിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഹൈറാക്കി തീർക്കണമേ ഹൈറാക്കിയതാക്കണമേ എന്നും ചോദിക്കുന്നു. ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടുള്ള എല്ലാ ഖൈർ ഉൾക്കൊള്ളുന്നതും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടിയിട്ടുള്ള എല്ലാ ഷർറിൽ നിന്ന് രക്ഷയും തേടുന്ന വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പരിപൂർണതയുള്ള ഒരു ദുആ ആണ്. ജവാമിഉൽ കലിമിൽപ്പെട്ട അല്ലെങ്കിൽ ജവാമി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ദുആ ആണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. സഹീഹ് മുസ്ലിമിലും അതുപോലെ ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും എല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിവായത്തിൽ, ഒരിക്കൽ സഅദ് ഇബ്നു ഹിശാം റഹിമഹുല്ലാഹ് മദീനയിൽ എത്തുകയുണ്ടായി. താബിഈയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പിതൃ സഹോദരന്റെ മകനാണ്. വളരെ ശ്രേഷ്ഠനായിരുന്ന, വളരെ ഇബാദത്തിൽ മുഴുകിയിരുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ മദീനയിലെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കുകയും ദീനിന്റെ ചില മസ്അലകൾ ചോദിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോയി. ചില കാര്യങ്ങൾ ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് അദ്ദേഹം ചോദിച്ചു, അഖ്ബിരീനി ബിഖുലിഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാതാവ് എന്ന് വിളിച്ചിട്ട് ചോദിച്ചു, എനിക്ക് അറിയിച്ചു തരണം, എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, അതിനെക്കുറിച്ച് എനിക്ക് അറിയിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, കാന ഖുലുഖുഹു അൽ ഖുർആൻ, അല്ലെങ്കിൽ ഇന്ന ഖുലുഖ നബിയില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന അൽ ഖുർആൻ, ഖുർആൻ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം.
എന്നിട്ട് ചോദിച്ചു, അമാ തഖറഉ ഖൗലല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ വാക്ക് നീ വായിച്ചിട്ടില്ലേ? വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്, താങ്കൾ തീർച്ചയായും മഹത്തായ സ്വഭാവത്തിന് ഉടമയാണ് എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ റമളാനിലാണ്, ഖുർആനിന്റെ മാസത്തിലാണ്. ഖുർആൻ ധാരാളമായി നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഖുർആനിന്റെ ആശയങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്കാൻ, അത് ചിന്തിക്കാൻ എല്ലാം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഖുർആനിനെ നമ്മുടെ സ്വഭാവമാക്കി മാറ്റുക എന്നുള്ളതും നാം പഠിക്കേണ്ട, ശീലിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഖുർആനാണെന്ന് പറഞ്ഞു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഖുർആനിന്റെ കൽപ്പനകൾ, ഖുർആനിന്റെ വിരോധനങ്ങൾ, അതുപോലെ ഖുർആൻ മദ്ഹ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിനോടുള്ള ഇഷ്ടവും തൃപ്തിയും, ഖുർആൻ ദമ്മ് ചെയ്തിട്ടുള്ള, ഇകഴ്ത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിനോടുള്ള വെറുപ്പും, ഖുർആനിൽ എന്തെല്ലാം അദബുകൾ, എന്തെല്ലാം സ്വഭാവങ്ങൾ, അതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ, നല്ല സ്വഭാവങ്ങൾ, അത് ജീവിതത്തിൽ കൊണ്ടുവരിക, എന്തെല്ലാം ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ഒഴിവാക്കിക്കൊണ്ടും, അങ്ങനെയാണ് ഖുർആനിനെ സ്വഭാവമാക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ ധാരാളം സ്വഭാവങ്ങൾ കാണാം. ഇപ്പോ മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നതാവട്ടെ, അയൽവാസികളോടുള്ളതാവട്ടെ, ക്ഷമിക്കുന്നതാവട്ടെ, വിട്ടുവീഴ്ച ചെയ്യുന്നതാവട്ടെ, അങ്ങനെ തന്നെ സ്വബുറുള്ളവനാവട്ടെ, അങ്ങനെ കുറെ നല്ല സ്വഭാവങ്ങൾ. ഇനി ഗീബത്ത്, നമീമത്ത്, അതുപോലെയുള്ള പല മോശപ്പെട്ട സ്വഭാവങ്ങളെയും ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ടും കാണാം. അപ്പൊ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഖുർആനിനെ നമ്മുടെ സ്വഭാവമാക്കുക എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ച കാര്യമാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് മുത്തഫഖുൻ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. വളരെ കേട്ടുപരിചയമുള്ള, നമ്മളിൽ പലർക്കും ഹിഫ്ളുള്ള ഒരു ഹദീസായിരിക്കും. എന്നാൽ ആശയം കൊണ്ടും അതുപോലെ തന്നെ അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട ഉപകാരം കൊണ്ടും വളരെയധികം വിലപ്പെട്ടതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖഫീഫതാനി അലൽ ലിസാൻ, നാവിന് വളരെയധികം ഭാരം കുറഞ്ഞതായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. സഖീലതാനി ഫിൽ മീസാൻ, മീസാനിൽ കനം തൂങ്ങുന്നതുമായ രണ്ട് കാര്യങ്ങൾ. ഒരേ കാര്യങ്ങളെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസ്ഥയിൽ വളരെ ലഘുവായിട്ടുള്ള, ഭാരം കുറഞ്ഞിട്ടുള്ളതാണ് എന്നും മറ്റൊരവസ്ഥയിൽ അത് ഭാരം കൂടിയതാണെന്ന് പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? അമല് ചെയ്യാൻ വളരെ എളുപ്പമുള്ളതും എന്നാൽ പ്രതിഫലത്തിന്റെ വിഷയത്തിൽ വളരെ അധികവും ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഹബീബതാനി ഇല റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ, അള്ളാഹുവിന്റെ അടുക്കൽ വളരെ പ്രിയപ്പെട്ട, അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള രണ്ട് കലിമത്തുകൾ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം എന്നീ രണ്ട് കലിമത്തുകൾ, ഈ ദിക്റുകൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ, സുബ്ഹാൻ എന്നുള്ളത്, സുബ്ഹാൻ അല്ലാഹ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മേലെ ആരോപിക്കപ്പെടുന്ന എന്തെല്ലാം ന്യൂനതകളുണ്ടോ, ആളുകൾ, സൃഷ്ടികൾക്കിടയിൽ അള്ളാഹുവിന് ഒരു സന്താനമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളുടെ വിഷയത്തിൽ അത് എന്തെല്ലാം ഉണ്ടോ, അതിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ് എന്ന് അറിയിക്കുന്ന. വബിഹംദിഹി എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വിശേഷണങ്ങൾ, പരിപൂർണതയുടെ സിഫത്തുകൾ അള്ളാഹുവിനുണ്ടോ അതിനെല്ലാം അംഗീകരിക്കുന്ന, പൂർണ്ണമായി അള്ളാഹുവിനെ പുകഴ്ത്തുന്ന, വാഴ്ത്തുന്ന കലിമത്താണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ സ്ഥാനത്ത്, അർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ് എന്നുള്ളത് ലാ ഇലാഹ എന്ന ഭാഗത്തും വബിഹംദിഹി എന്നുള്ളത് ഇല്ലല്ലാ എന്ന ഭാഗത്തും നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹിൽ അലീം, അള്ളാഹു അതിമഹത്തായവനാണ് എന്നുള്ള ഈ ദിക്ർ. ഇത് നമ്മുടെ ദിക്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ മറ്റുള്ള കർമ്മങ്ങളെക്കാളെല്ലാം മുൻപന്തിയിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം പണ്ഡിതന്മാർ പറയുന്നത്, ഒന്ന്, എല്ലാ ഇബാദത്തുകളും നിയമമാക്കിയിട്ടുള്ളത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനാണ്. അള്ളാഹുവിനെ ദിക്ർ ഇല്ലാത്ത ഒരു ഇബാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഹില്ലാത്തൊരു ശരീരം പോലെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയ്യുസ്സാഇമീന അഅ്ളമു അജ്റ, ഏത് നോമ്പുകാരനാണ് ഏറ്റവും പ്രതിഫലം കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അക്സറുഹും ലില്ലാഹി
ദിക്റ. അതിലാരാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുന്നത്? നിസ്കാരം ചോദിച്ചു, ജിഹാദ് ചോദിച്ചു, സ്വതക ചോദിച്ചു. അപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അക്സർഹും ലില്ലാഹി ദിക്റ. ഇത് പറയുന്ന സമയത്ത് ഒപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു അള്ളാഹുവിനെ സ്മരിക്കുന്നവർ ബികുല്ലി അജ്ർ, എല്ലാ പ്രതിഫലം കൊണ്ട് അവർ പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അജൽ, അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോ ദിക്ർ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ ഖുർആൻ പാരായണത്തിന്റെയും നിസ്കാരത്തിന്റെയും ഒക്കെ എപ്പോഴും അതിന് സാധിച്ചോളണമെന്നില്ല. അതിനൊക്കെ കുറച്ചുകൂടി നമ്മൾ പണിയെടുക്കേണ്ടതാണ്. എന്നാൽ അല്ലാതെ വിശ്രമിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് ചൊല്ലാവുന്ന, ഉപയോഗപ്പെടുത്താവുന്ന ദിക്റുകളിൽ വളരെ ശ്രേഷ്ഠമായ ഒന്നാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നുള്ളത്. ഇതോടൊപ്പം തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത് ഒരാൾ പറയുമ്പോൾ ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന, അവന് സ്വർഗത്തിൽ ഒരു ഈന്തപ്പന മരം അവന് നടപ്പെടും. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത് ആകാശഭൂമികളിലുള്ള മറ്റെല്ലാ സൃഷ്ടികളും, മലക്കുകളും കല്ലുകളും ചെടികളും വൃക്ഷങ്ങളും മത്സ്യങ്ങളും ബാക്കി എല്ലാ ജന്തുജീവജാലങ്ങളും അള്ളാഹുവിനെ സ്മരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുമാണ്, ദിക്റുമാണ്. അതുകൊണ്ട് നമ്മുടെ നാവ് അള്ളാഹുവിനെ കുറിച്ച് ധാരാളം സ്മരിക്കുക. അതിൽ ധാരാളമായി ഉൾപ്പെടുത്തേണ്ട ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സഹാബി അബൂദർ റളിയല്ലാഹു അൻഹുവിനോടും അതുപോലെ തന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹുവിനോടും നൽകിയിട്ടുള്ള, ഈ ഉമ്മത്തിനോട് മുഴുവൻ നൽകിയിട്ടുള്ള 3 വസിയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത് വഅത്ബിഇ സയ്യിഅത്തൽ ഹസന തംഹുഹ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ഇമാം തിർമിദി റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ 4ാമത് അല്ലെങ്കിൽ 5ാമത് കടന്നു വന്ന ആളാണ്, 5ാമത് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. അതുപോലെ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി വിളിച്ച് യാ മുആദ് ഇന്നി ഉഹിബ്ബുക്, മുആദ് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ആളാണ്. നാളെ ഖിയാമത്ത് നാളിൽ പണ്ഡിതന്മാർക്ക് ഇമാമായി നിൽക്കുന്ന വ്യക്തിയാണ് മഹാനായ സ്വഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള 2 സ്വഹാബികളോട് പറഞ്ഞ വാക്കുകളാണ് എന്ന് നമ്മൾ ഓർക്കണം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത്, നീ എവിടെയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. നല്ല കൂട്ടുകെട്ടും നല്ല ആളുകളുടെയും മുന്നിൽ നല്ലവരായി ജീവിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ ആരാരും എന്നെ കാണാനില്ലാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്, സഹോദരങ്ങൾ, അവിടെയാണ് ഒരു മുത്തഖിയും അല്ലാത്തവനും വേർതിരിക്കപ്പെടുന്നത് എന്നാണ്. മുൻഗാമികളിൽ ചിലർ പറഞ്ഞല്ലോ, നീ നിസ്കരിക്കുന്നതും നിന്റെ രാത്രി നിസ്കാരമൊന്നുമല്ല നിന്നെ മുത്തഖിയാക്കുന്നത്. ആരാരുമില്ലാത്ത സമയത്ത് നീയും നിന്റെ റബ്ബുമായിട്ട് നീ എങ്ങനെയാണ്, അവിടെ നീ എങ്ങനെയാണ് പെരുമാറുന്നത്? നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ഹറാമുകൾ പ്രവർത്തിക്കുന്നവനാകുന്നുണ്ടോ? അതല്ലെങ്കിൽ ആരും കാണാനില്ലെങ്കിലും എൻ്റെ റബ്ബ് എന്നെ കാണുമെന്ന് പേടിച്ചുകൊണ്ട് തിന്മയെ നീ പേടിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ? അവിടെയാണ് ഒരു മുത്തഖി വേർതിരിയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള ഉപദേശമാണത്. എല്ലാ അമ്പിയാക്കളും നൽകിയിട്ടുള്ള ഉപദേശമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബകളിൽ ആവർത്തിച്ച് ഓതുന്ന ആയത്ത് തഖ്വയുടെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരായ ഒരു വസിയത്താണ് നമ്മൾ തഖ്വ പാലിക്കുക എന്നുള്ള കാര്യം. കാരണം എല്ലാ സമയത്തും നമ്മൾ തഖ്വ പാലിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായ കാര്യമാണ്. എന്നാലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ അബദ്ധം സംഭവിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ടാണ് 2ാമത്തെ ഉപദേശം പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു തിന്മന് സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യും? അതിനെ നന്മ കൊണ്ട് തുടർത്തുക. തംഹുഹ, ആ തിന്മയെ നന്മ ഇല്ലാതാക്കി കളയുമെന്നാണ്. കാരണം ജനങ്ങളിൽ ചിലർ തിന്മ സംഭവിച്ചാൽ ഏറ്റവും മോശപ്പെട്ട വിഭാഗം അവരാണ്. അതിനെക്കുറിച്ചൊന്നും ഒരു ലാഘവവും ഉണ്ടാവില്ല. തിന്മ സംഭവിച്ചാൽ ഒരു പേടി ഉണ്ടാവുകയില്ല. അതേപോലത്തെ തിന്മകൾ വീണ്ടും വീണ്ടും ചെയ്യാൻ യാതൊരു മനസ്സിലൊരു കുത്തും ഉണ്ടാവില്ല. കാരണം അവർക്ക് സംഭവിച്ചു പോകുന്നത് ഓരോ തിന്മകൾ സംഭവിക്കുമ്പോഴും അവരുടെ ഖൽബിൽ ഒരു കറുത്ത പുള്ളി വീഴും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയാണ്. ആ പുള്ളി കൂടി കൂടി അവന്റെ ഖൽബ് അത് പൂർണ്ണമായി കറുത്തുപോയാൽ പിന്നീട് അവന്റെ തിന്മകൾ അത് അവന്റെ ഖൽബിനെ ഒരു നിലക്കും കുലുക്കുകയില്ല. അവനൊന്നും തന്നെ അതിനെ പരിഗണിക്കുകയില്ല എന്നുള്ളതാണ്. എന്നാൽ 2ാമത്തെ വിഭാഗം അവരും വലിയ അപകടത്തിലാണ്.
എന്തെങ്കിലുമൊക്കെ തിന്മ സംഭവിച്ചാൽ ഉടനെ പേടിച്ച് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നെല്ലാം നിരാശപ്പെട്ടുകൊണ്ട് ഇനി റബ്ബ് എന്നെ കൈപിടിക്കുകയില്ല, എന്നെ രക്ഷപ്പെടുത്തുകയില്ല എന്ന് പേടിച്ചുകൊണ്ട് അങ്ങനെ ദീൻ തന്നെ ഉപേക്ഷിച്ചു പോകുന്ന ചിലരും ഉണ്ടാകും. ഈ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, എത്ര വലിയ തിന്മ സംഭവിച്ചാലും അള്ളാഹു തആല പറഞ്ഞതുപോലെ അള്ളാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് പുറത്തു തരാനുള്ളത് എന്നാണ് ചോദിച്ചത്. കാരണം മുത്തഖീങ്ങളായ സാലിഹീങ്ങളായ ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോഴും സ്വർഗപ്രവേശനം കിട്ടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോഴും അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? അല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അവരിതാ വളരെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ അവർ സംഭവിച്ചിട്ടുണ്ട്, സ്വന്തത്തോട് അതിക്രമങ്ങൾ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർമ്മ വന്നപ്പോൾ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവരവരുടെ പാപങ്ങളിൽ റബ്ബിനോട് തേടി. അല്ലാഹു തആല ചോദിക്കുകയാണ്, പറയാണ്, നമ്മളോട് ആശ്വസിപ്പിക്കുകയാണ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് നമുക്ക് പുറത്തു തരാനുള്ളത്? അപ്പോൾ എത്ര വലിയ തിന്മ സംഭവിച്ചാലും നിരാശപ്പെടാൻ പാടില്ല. നന്മകൾ കൊണ്ട് അതിനെ തുടർത്തണം, തൗബ ചെയ്ത് അതിൽ നിന്നും നന്മകളിലൂടെ തുടർത്തണം എന്നാണ് പറയുന്നത്. രണ്ട് കാര്യങ്ങളും തഖ്വയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മൂന്നാമത് പറയുന്നത് വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറണം എന്നാണ്. യഥാർത്ഥത്തിൽ തഖ്വയുടെ ഭാഗം തന്നെയാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ പറയുന്നു ഇത് പ്രത്യേകമായി എടുത്തു പറഞ്ഞത് കാരണം നിർബന്ധ കാര്യങ്ങൾ ചെയ്യുന്നവരും പല ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർക്കും പലപ്പോഴും സംഭവിക്കാറുള്ളൊരു കാര്യമാണ് അവരുടെ സ്വഭാവത്തിന്റെ കാര്യം അവർ ചിലപ്പോൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറയാം. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല നിലയിൽ നീ പെരുമാറണം. കാരണം ആദ്യത്തെ തഖ്വ എന്ന് പറയുന്നത് ഒരടിമക്ക് അവന്റെ ഉടമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നാക്കുന്ന കാര്യമാണ്. അടിമകൾക്ക് റബ്ബുമായിട്ടുള്ള ബന്ധം നന്നാക്കുന്ന കാര്യമാണ് തഖ്വ എന്ന് പറയുന്നത്. എന്നാൽ അടിമകൾക്ക് ഇതര അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള ബന്ധം നന്നാക്കുന്നതാണ് അവന്റെ ഖുലുഖുൽ ഹസൻ, സൽ സ്വഭാവം എന്ന് പറയുന്നത്. അതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. കാരണം തഖ്വയും സൽസ്വഭാവവുമാണ് ഒരാളുടെ മീസാനിൽ ഏറ്റവും ഭാരം തൂങ്ങുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത് രണ്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ തഖ്വയും സൽസ്വഭാവവും സഹോദരങ്ങളെ നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട് എന്ന വസിയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുറവുകൾ പുറത്തു തരികയും കൂടുതൽ തഖ്വയും സൽസ്വഭാവവും മികച്ചതാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. സുനൻ അബീ ദാവൂദിലെ ഒരു ഹദീസ് عن أوس بن أوس رضي الله عنه قال النبي صلى الله عليه وسلم إن من أفضل أيامكم يوم الجمعة فأكثروا علي من الصلاة فيه إن صلاتكم معروضة علي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള ദിവസമാണ് യൗമുൽ ജുമുഅ അഥവാ വെള്ളിയാഴ്ച ദിവസം. മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളതും അഥവാ ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചതും ആദം നബി അലൈഹി ഇസ്ലാമിനെ മരിപ്പിച്ചതും ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതും അതുപോലെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും അവിടുന്ന് പുറത്താക്കിയതും എല്ലാം വെള്ളിയാഴ്ചയാണ്. അന്ത്യനാൾ സംഭവിക്കുന്ന ദിവസം വെള്ളിയാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസത്തിൽ അധികരിപ്പിക്കേണ്ട ഒരു കാര്യം പറയാണ്, ഫഅക്തിറു അലയ്യ മിനസ്സലാത്തി ഫീഹി, ആ വെള്ളിയാഴ്ച ദിവസത്തിൽ എൻ്റെ മേലെ നിങ്ങൾ ധാരാളമായി സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തുന്ന ദിക്ർ ചെയ്യുന്ന സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നീ ദിക്റുകൾക്ക് ശേഷം ഏറ്റവും അഫ്ളലായിട്ടുള്ളത് സ്വലാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചൊല്ലലാണ്. വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അധികരിപ്പിക്കാൻ പറഞ്ഞു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുൽ ബശറാണ്, മനുഷ്യരുടെ സയ്യിദാണ്. അതുകൊണ്ട് തന്നെ സയ്യിദുൽ അയ്യാമായിട്ടുള്ള ദിവസങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ള വെള്ളിയാഴ്ചയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളുടെ സ്വലാത്തുകൾ എൻ്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ അറിയിച്ചു കൊടുക്കുന്ന പ്രദർശിപ്പിക്കപ്പെടുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോ വെള്ളിയാഴ്ചയിൽ വളരെയധികം നാം ശ്രദ്ധിക്കേണ്ട വർദ്ധിപ്പിക്കേണ്ട കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലുള്ള സ്വലാത്ത്. സ്വലാത്തിന് ധാരാളം ഫضലുകളുണ്ട്.
ധാരാളം ഫضലുകൾ, 40ഓളം ഫضലുകൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എല്ലാം രേഖപ്പെടുത്തിയതായിട്ട് കാണാം. നമ്മുടെ ഞെരുക്കങ്ങൾ നീങ്ങി കിട്ടാൻ, പാപങ്ങൾ പുറത്തു കിട്ടാൻ, അതുപോലെ തന്നെ ധാരാളം ശ്രേഷ്ഠതകൾ സ്വലാത്തിനുണ്ട്. അതുകൊണ്ട് ആഴ്ച ദിവസം വർദ്ധിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുനൻ നസായി, അതുപോലെ ബസ്സാർ, അൽ ഹാക്കിം എന്നിവരെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിവായത്തിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മകളായ ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട് പറയുകയുണ്ടായി, യാ ഫാത്തിമ, മാ യംനഉകി അൻ തസ്മഈ മാ ഊസീകി ബിഹി, ഞാൻ നിനക്ക് നൽകുന്ന വസിയത്ത് അത് കേൾക്കാൻ നിനക്ക് എന്താണ് തടസ്സം, അഥവാ അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നിനക്ക് എന്താണ് തടസ്സം? എന്നിട്ട് പറഞ്ഞു, അൻ തഖൂലി ഇദാ അസ്ബഹ്തി വ ഇദാ അംസൈതി, നീ രാവിലെയും വൈകുന്നേരവും പറയാനാണ് ഞാൻ ഈ വസിയത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും പറയുക, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം, അള്ളാഹുവിൻ്റെ മഹത്തായ 2 നാമങ്ങളാണ് എന്നെന്നും ജീവിക്കുന്നവനെ എല്ലാം നിയന്ത്രിക്കുന്നവനെ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ദാത്തിയായിട്ടുള്ള വിശേഷണങ്ങൾ, അസ്തിത്വപരമായിട്ടുള്ള വിശേഷണങ്ങളെല്ലാം ഹയ്യ് എന്നുള്ള നാമത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അഫ്ആലി ആയിട്ടുള്ള പ്രവർത്തിക്കുന്ന വിശേഷണങ്ങളെല്ലാം ഖയ്യൂം എന്നുള്ള നാമത്തിലും. അപ്പോൾ ആ 2 നാമങ്ങളെ വെച്ച് അള്ളാഹുവിനോട് തേടുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ നിന്നോട് സഹായം ചോദിക്കുന്നു. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഒരാൾ ശിദ്ദത്തിൽ തേടുന്ന, വളരെ ഞെരുക്കത്തിൽ തേടുന്ന സഹായമാണ് ഇസ്തിഗാസ. അപ്പൊ അങ്ങനെ ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു. അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണം. എൻ്റെ ദുനിയവിയായ കാര്യങ്ങളാവട്ടെ, ദീനിയായ കാര്യങ്ങളാവട്ടെ, പരലോകത്തെ കാര്യങ്ങളാവട്ടെ, എല്ലാം നീ നന്നാക്കി തരണം. വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐനിൻ, ഒരു കണ്ണിമ വെട്ടുന്ന, ഒരു കണ്ണ് അറിയാതെ അടഞ്ഞു തുറന്നു പോകുന്ന കണ്ണിമ വെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യം എന്നെ നീ ഏൽപ്പിക്കരുതേ എന്ന് അള്ളാഹുവിനോട് പറയാം. അഥവാ നമ്മുടെ കാര്യം നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഒന്ന് ശ്വസിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല, ഒരു ഒരു നേട്ടവും നമുക്ക് നേടാൻ സാധിക്കില്ല. അതിലും വലുതാണ് ദീനിന്റെ ഒരു നന്മയും നമുക്ക് ലഭിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കും. നമുക്കിന്റെ അടുത്തൊരു നിമിഷമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത അവസ്ഥയിലായിരിക്കണം എപ്പോഴും എന്ന് പറയാൻ, രാവിലെയും വൈകുന്നേരവും പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബിവിയോട് വസിയത്ത് ചെയ്യാം. അപ്പൊ നമ്മളൊക്കെ രാവിലത്തെയും വൈകുന്നേരത്തിനും അദ്കാറിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ദുആ ആണത്. പൂർണ്ണമായും അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്ന, അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്ന ആശയം ഉൾക്കൊള്ളുന്ന ഒരു ദുആ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള, വസിയത്ത് നൽകിയിട്ടുള്ള ഈ പ്രാർത്ഥന ജീവിതത്തിൽ പകർത്തുക. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല 23 വർഷം കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് അവതരിപ്പിച്ചത്. റമദാൻ മാസത്തിൽ ആദ്യമായി അവതരിച്ച ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് സൂറത്തുൽ അലഖിന്റെ ആദ്യത്തെ ആയത്തുകളാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനം അവതരിച്ച ആയത്ത് ഏതാണ്? അഹ്കാമുകളുടെ വിഷയത്തിൽ, അഥവാ ദീനിന്റെ ശർഅ പഠിപ്പിക്കുന്ന, ഹലാല് ഹറാം പഠിപ്പിക്കുന്ന വിഷയത്തിൽ അവസാനമായി ഇറങ്ങിയ ആയത്ത് സൂറത്തു മാഇദയിലെ 3-ാമത്തെ ആയത്തിൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ള ആയത്താണ്. അതിനുശേഷം പിന്നെ ഒരു അഹ്കാമ് പഠിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഹലാലോ ഹറാമോ പഠിപ്പിച്ചുകൊണ്ട് ഒരു ആയത്ത് ഇറങ്ങിയിട്ടില്ല. അതുപോലെ അവസാനത്തിൽ ഒരു സൂറത്ത് മുഴുവനായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു സൂറത്ത് വിശുദ്ധ ഖുർആനിലെ 110-ാമത്തെ അധ്യായം സൂറത്തുൻ നസ്റാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് തുടങ്ങുന്ന ആ സൂറത്താണ്. അവസാനം ഇറങ്ങിയ ആയത്ത് എന്നുള്ളതിൽ സ്വഹാബികൾക്കിടയിലും അതുപോലെ തന്നെ പണ്ഡിതന്മാർക്കിടയിലും ചില അഭിപ്രായ വ്യത്യാസം കാണാം. എന്നാൽ അധിക പണ്ഡിതന്മാരും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു ജുബൈർ എന്നീ സ്വഹാബിമാരെല്ലാം പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ ബഖറയിലെ 281-ാമത്തെ ആയത്താണ് ഖുർആനിൽ അവസാനമായി ഇറങ്ങിയ ആയത്ത് എന്നാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
21 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ ഒരാഴ്ച മാത്രമേ ജീവിച്ചിട്ടുള്ളൂ, വഫാത്തായി എന്ന് കാണാം. ആയത്തിൽ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഈ ദീന് കൊണ്ട് നമ്മുടെ ലക്ഷ്യമാക്കേണ്ട അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇതുകൊണ്ട് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി അറിയിക്കുന്ന, നമ്മുടെ അവസാനം എന്താണെന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ഒരായത്താണ്. അതിൽ അള്ളാഹു തആല പറഞ്ഞു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. നിങ്ങൾ സൂക്ഷിക്കണം, അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾ സൂക്ഷിക്കണം. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളിവിടെ എങ്ങനെ ജീവിച്ചാലും, നമ്മൾ അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചാലും അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചാലും എങ്ങനെ ജീവിച്ചാലും നമ്മൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം തീർച്ചയായിട്ടുണ്ട്. അതിനൊരു മാറ്റവുമില്ല. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ ഈ ദുനിയാവിൽ ചെയ്തതിനനുസരിച്ചിട്ടുള്ള കൃത്യമായ പ്രതിഫലം അവർക്ക് പകരം നൽകപ്പെടും. ഒരാളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽമ ചെയ്യുകയില്ല. ദുൽമ എന്നുള്ളത് ഒരു അംശം പോലും അള്ളാഹുവിന്റെ ഭാഗത്ത് ഉണ്ടാവുകയുമില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും അവസാനമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ദീന് കൊണ്ട് നമുക്ക് അവതരിച്ച ഖുർആൻ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യം, നാളെ പരലോകത്ത് അള്ളാഹുവിൽ നിന്ന് നന്മ ചെയ്തവർക്ക് അതിനനുസൃതമായതും തിന്മ ചെയ്തവർക്ക് അതിനനുസൃതമായ പ്രതിഫലവും നൽകപ്പെടുന്ന ആ ദിവസത്തെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതും നമ്മൾ ഏത് സമയത്തും നമ്മൾ പാരായണം ചെയ്ത് ആലോചിക്കേണ്ടതുമായിട്ടുള്ള ഒരു ആയത്താണ് ഖുർആനിൽ അവസാനം ഇറങ്ങിയിട്ടുള്ള സൂറത്തുൽ ബഖറയിലെ 281 ഈ ആയത്ത്. അതുകൊണ്ട് ആ ഒരു പരലോകം എപ്പോഴും നമ്മുടെ ലക്ഷ്യമായി വെച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. ഇമാം ബുഖാരി, മുസ്ലിം എന്നിവരുടെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിവായത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, അല്ലിംനി ദുആഅൻ അദ്ഉ ബിഹി ഫി സലാത്തി, വേറെ ചില റിവായത്തിൽ ഫി ബൈത്തി. റസൂലേ, എനിക്കൊരു ദുആ നിങ്ങൾ പഠിപ്പിച്ചു തരണം. എൻ്റെ നിസ്കാരത്തിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എനിക്ക് ദുആ ചെയ്യാനാണ്. ഉദ്ദേശിക്കുന്നത് നഫ്ലുകളായ ഐച്ഛികമായ നിസ്കാരത്തിലെല്ലാം ദുആ ചെയ്യാൻ എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. ഒരേ നിസ്കാരത്തിൽ ദുആ വർദ്ധിപ്പിക്കേണ്ട, ധാരാളം ദുആ ചെയ്യേണ്ട ചില സന്ദർഭങ്ങളാണ് സുജൂദിൽ, അതുപോലെ അവസാന തശഹ്ഹുദിൽ. അതിനു വേണ്ടി ചോദിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അഥവാ മനുഷ്യരിൽ റസൂലുകൾക്കും നബിമാർക്കും ശേഷം ഏറ്റവും ഉന്നതമായ പദവി എന്ന് പറഞ്ഞാൽ സിദ്ദീഖീങ്ങളുടെ പദവിയാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ് അള്ളാഹുവിൻ്റെ റസൂലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാം? സ്വർഗത്തിലെ ഉന്നത പദവി തേടാൻ വേണ്ടിയിട്ടും അതുപോലെ മറ്റു പലതും ഒക്കെ പ്രാർത്ഥിക്കാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആ, നിസ്കാരത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഐച്ഛികമായിട്ടെല്ലാം ധാരാളം ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചത്, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം എന്നുള്ളതാണ്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ, ചില റിവായത്തിൽ കബീറ. പണ്ഡിതന്മാർ പറഞ്ഞു രണ്ടും ഒരുമിച്ചിട്ട് തന്നെ തേടാവുന്നതാണ്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ ഔ കബീറൻ, ഞാൻ എൻ്റെ സ്വന്തത്തിനോട് തന്നെ റബ്ബേ അള്ളാഹുവെ ഞാൻ ദുൽമ ചെയ്തു പോയി, അത് വളരെ കൂടുതലാണ്, വളരെ വലിയ ദുൽമകളാണ്. ഇവിടെ ദുൽമ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്ന്, നമ്മൾ സംഭവിക്കുന്ന പാപങ്ങൾ; രണ്ട്, അള്ളാഹുവിനോടുള്ള കടമകളിൽ നമുക്ക് സംഭവിക്കുന്ന കുറവുകൾ, നമ്മുടെ ഇബാദത്തുകളിലുമെല്ലാം നമുക്ക് വരുന്ന വീഴ്ചകൾ, കുറവുകൾ, അങ്ങനെയുള്ള എല്ലാം എൻ്റെ ജീവിതത്തിൽ ധാരാളം സംഭവിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ ദുൽമകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. എന്നിട്ട് പറയാം, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പാപം പൊറുക്കാൻ വേറെ ആരുമില്ല. അത് തൗഹീദുമാണ്, ഇഅ്തിറാഫു ദംബുമാണ്. അഥവാ അള്ളാഹു മാത്രമാണ് പാപം പൊറുക്കാനുള്ളത്. അതുപോലെ തന്നെ സ്വന്തം പാപത്തെ അംഗീകരിക്കലുമാണ്. ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക്, നിന്റെ അടുക്കലുള്ള പാപമോചനം കൊണ്ട്, മഗ്ഫിറത്ത് കൊണ്ട് എനിക്ക് നീ പുറത്തു നൽകണമേ. അഥവാ ഞാൻ ചെയ്തു പോയിട്ടുള്ള എൻ്റെ പാപങ്ങൾ നീ മറച്ചു വെക്കണമേ, അത് മായ്ച്ചു കളയണമേ, അത് പുറത്തു നൽകണമേ. വർഹംനി, എന്നോട് കാരുണ്യം കാണിക്കണമേ.
അപ്പോൾ ദുആയിലെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും ഒരുമിച്ച് ചോദിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ആശയം മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാപങ്ങൾ മറച്ചു വെക്കണം, പുറത്തു തരണം എന്നുള്ളതും റഹ്മത്തിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത് വരും കാലത്ത് പാപങ്ങളിൽ നിന്ന് സംരക്ഷണവും ധാരാളം ഖൈറുകളും നന്മകളും ചെയ്യാനുള്ള തൗഫീഖും നൽകണമേ എന്നുള്ളതാണ്. അത് പറഞ്ഞു. എന്നിട്ട് അവസാനം ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ ഗഫൂറും റഹീമുമാണല്ലോ, അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനും കാരുണ്യം ചൊരിയുന്നവനുമാണല്ലോ എന്നുള്ള നാമങ്ങൾ കൊണ്ടാണ് ഈ ദുആ അവസാനിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ദുആയിൽ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള സിദ്ദീഖായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ, പാപമോചനത്തെ തേടുന്ന, അത് അതിന്റെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളുന്ന ദുആ ആണ്. നമ്മളെല്ലാവരും അവരെക്കാൾ എല്ലാം ഇതിനാവശ്യക്കാരാണ്. അതുകൊണ്ട് നമ്മുടെ ഐച്ഛികമായ നിസ്കാരങ്ങളിൽ, സുജൂദുകളിലും അവസാനത്തെ തശഹുദുകളിലും എല്ലാം വർദ്ധിപ്പിക്കേണ്ട ഒരു ദുആ കൂടിയാണ്. വബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.